exercise question number 2, page number 220. Find the coordinates of the points which divide the line joining 1, 6 and 5, 2 into 3 equal parts. 1, 6, 5, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 3 സമഭാഗങ്ങളാക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇവിടെ പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. സോ അങ്ങനെയുള്ള പ്രോബ്ലത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരു റഫ് ഫിഗർ വരച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നമുക്കൊരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് 1, 6ഉം 5, 2 ആണ്. ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലൈൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നു. 2 പോയിന്റ്സ് കൊണ്ടാണ് ഈ ലൈനിനെ നമുക്ക് 3 ഈക്വൽ പാർട്സ് ആക്കുന്നത്. ഇതൊരു പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്, ഇത് മൂന്നാമത്തെ പാർട്ട്. ഓക്കെ, സോ ഈ 2 പോയിന്റ്സ് കൊണ്ട് 1, 6, 5, 2 എന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിന് P എന്ന് കൊടുക്കാം, രണ്ടാമത്തെ പോയിന്റിന് Q എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് 2 പോയിന്റ്സ്. ഈ 2 പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിന് A കൊടുക്കാം, രണ്ടാമത്തെ പോയിന്റിന് B കൊടുക്കാം. സോ ലെറ്റ് A 1, 6 and B 5, 2. ഓക്കെ, A 1, 6 എന്ന് പറഞ്ഞ പോയിന്റിന് A എന്ന പേര് കൊടുത്തു, 5, 2 എന്ന പോയിന്റിന് B എന്ന പേര് കൊടുത്തു. അപ്പോൾ AB എന്ന ലൈനിനെ P ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിലാണ്? ടോട്ടൽ എത്ര പാർട്ടാക്കി? 3 പാർട്ടാക്കി. അങ്ങനെയാണെങ്കിൽ P ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? ഇത്രയും ഒരു പാർട്ട്, ഇത്രയും 2 പാർട്ടാണ് P വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ P ഡിവൈഡ് ചെയ്യുന്നത് 1:2 എന്ന റേഷ്യോയിലാണ്. വാട്ട് അബൌട്ട് Q? Q ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? A മുതൽ Q വരെ 2 പാർട്ടാണ്, 2 ഈക്വൽ പാർട്സ് ആണുള്ളത്. സോ 2:, Q കഴിഞ്ഞ് എൻഡിലോട്ടേക്ക് ഒരു ഈക്വൽ പാർട്ടാണുള്ളത്. സോ 2:1. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയണം. നമുക്ക് എഴുതാം, ലെറ്റ് P and Q be the points which divide AB into 3 equal parts. Okay, ini P divides AB in the ratio. P AB യെ ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്? 1:2. Therefore, coordinates of P. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് P എഴുതാം. അപ്പൊ അതിനുവേണ്ടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ 1, 6 ഇവിടെ എഴുതാം, 5, 2 ഇവിടെ എഴുതാം, നടുവിൽ റേഷ്യോ കൊടുക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ പോയിന്റിന് രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റ് ആയിട്ട്, രണ്ടാമത്തെ പോയിന്റിന് ആദ്യത്തെ എക്സ് കോർഡിനേറ്റും ആയിട്ട്. സോ 1 into 5, 5 plus 2 into 1, 2 by 1 plus 2, 3. ഓക്കെ, ഇനി ആദ്യത്തെ പോയിന്റിനെ രണ്ടാമത്തെ വൈ കോർഡിനേറ്റും ആയിട്ട്. സോ 1 into 2, 2 plus രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ വൈ കോർഡിനേറ്റും ആയിട്ട്. 6 into 2, 12 by 1 plus 2, 3. സോ എത്ര വരും? 5 plus 2, 7 by 3. 2 plus 12, 14 by 3. ഇത് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ഫ്രാക്ഷൻ ആണ്. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ വി ഗെറ്റ് കോർഡിനേറ്റ്സ് ഓഫ് P ഈസ് 7 by 3, 14 by 3. ഓക്കെ, ഇനി അടുത്തത് Q കണ്ടുപിടിക്കണം. Q ഡിവൈഡ്സ് AB in the ratio 2:1. ഓക്കെ, അപ്പൊ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് Q റേഷ്യോ ഫോർമുല ഉപയോഗിച്ച് കാണാം. ദെൻ കോർഡിനേറ്റ്സ് ഓഫ് Q എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ആ 2 എൻ പോയിന്റ്സ് ആദ്യം എഴുതാം. എയും ബിയും 1, 6ഉം 5, 2ഉം. നമുക്ക് നടുവിലത്തെ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ 2 പോയിന്റിന്റെയും ആ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ നമുക്കറിയാം 2:1 ആണ്. ഓക്കെ, Q എന്ന് പറഞ്ഞ പോയിന്റ് ഈ 2 പോയിന്റിനെയും ഡിവൈഡ് ചെയ്യുന്ന, ആ 2 പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. 2 ഭാഗം A മുതൽ Q വരെ, ഒരു ഭാഗം Q മുതൽ B വരെ. അതാണ് 2:1 എന്ന് വന്നത്. ഓക്കെ, സോ 2:1 വന്നാൽ എങ്ങനെ കോർഡിനേറ്റ്സ് ഓഫ് Q കാണും?
ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റുമായിട്ട്, രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ എക്സ് കോർഡിനേറ്റുമായിട്ട് അത് ആ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ 2 × 5 10 പ്ലസ് 1 × 1 1 ബൈ 2 + 1 3. ഇനി അടുത്തത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ വൈ കോർഡിനേറ്റുമായിട്ട്, രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ വൈ കോർഡിനേറ്റുമായിട്ട്. സോ 2 × 2 4 പ്ലസ് 6 × 1 6 ബൈ ഇതേ 3 തന്നെയാണ് വരും. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ 10 + 1 എത്രയാ? 11/3 വരും. 4 + 6 10/3. സോ കോർഡിനേറ്റ്സ് ഓഫ് Q 11/3, 10/3. ഈ ഭാഗത്ത് SSLCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇൻ ദ ഫിഗർ, ഒരു ഫിഗർ നോക്കുക. ദ കോർഡിനേറ്റ്സ് ഓഫ് A and B ആർ 1, A, B, 5. The points C and D divide AB into 3 equal parts. The coordinates of C is 3, 3. Find A and B. Find the coordinates of D. Okay, ചിത്രത്തിൽ A 1A, B 5 ആണ്. സി ഡി എന്നീ ബിന്ദുക്കൾ എ ബിയെ 3 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നു. സിയുടെ സൂചക സംഖ്യ 3, 3 ആണ്. എ, ബി ഈ കോർഡിനേറ്റ്സിലുള്ള എയും ബിയും കാണണം. അതേപോലെ തന്നെ ഡിയുടെ സൂചക സംഖ്യകൾ എഴുതുക. എപ്പോഴും തന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഏത് 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് സി ഏത് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? എ ബി എന്ന ലൈനെയാണ്. സോ ഇത്രയും 1 ആണ്. ബാക്കി എത്ര ഭാഗമുണ്ട്? 1, 2. സോ സി എന്ന് പറഞ്ഞ പോയിന്റ് എ ബി എന്ന ലൈന് 1:2 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് ചെയ്താലാണ് എയും ബിയും കിട്ടുക. ഓക്കെ, സോ ഒന്നാമത്തെ ആൻസർ. ഹിയർ സി ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 1:2. അങ്ങനെയാണെങ്കിൽ സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. Therefore, coordinates of C is equal to, ഇപ്പൊ നമുക്കുള്ള പോയിന്റ്സ് നോക്കാം. 1Aയും B5 ആണ്. റേഷ്യോ തന്നിട്ടുള്ളത് 1:2 ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ കോർഡിനേറ്റ്സ് ഓഫ് സി എഴുതാം? 1 × B, B പ്ലസ് 2 × 1 2 ബൈ 1 + 2 3. മനസ്സിലായോ? ഇനി y കോർഡിനേറ്റ് എഴുതണം. സോ 1 × 5 5 പ്ലസ് 2 × A 2A ബൈ 3 ആണ് കോർഡിനേറ്റ്സ് ഓഫ് സി വരിക. പക്ഷെ കോർഡിനേറ്റ്സ് ഓഫ് സി എന്താണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 3, 3 ആണ്. ഈ കോർഡിനേറ്റ്സ് ഓഫ് സിന്റെ താഴെ നമുക്ക് എങ്ങനെ എഴുതാം? 3, 3 is equal to B + 2/3, 5 + 2A by 3. ഇപ്പൊ 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് ഈ രണ്ടെണ്ണത്തിന്റെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താ? 3 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ എക്സ് കോർഡിനേറ്റ് എന്താ? B + 2/3 ആയിരിക്കും. അതുപോലെ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. സോ ലെഫ്റ്റ് സൈഡിലെ വൈ കോർഡിനേറ്റ് 3 ആണ്, റൈറ്റ് സൈഡിലെ വൈ കോർഡിനേറ്റ് 5 + 2A/3 ആണ്. ഈ രണ്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ബിയുടെ വാല്യൂവും എയുടെ വാല്യൂവും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ബിന്റെ കൂടെയുള്ള മറ്റു നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ ആദ്യം നമുക്ക് ഈ 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 3 ഇവിടെ ഡിവൈഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 3 വരും. 3 × 3 വരുമ്പോൾ എത്ര വരും? 9 വരും. 9 ആണ് B + 2 വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം 3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 3 × 3 ചെയ്യുമ്പോൾ 9 വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ ബാക്കി 5 + 2A എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ബി കാണണം. ബി കാണണമെങ്കിൽ ഈ ബിന്റെ കൂടെ ബിനോട് ആഡ് ചെയ്തിരിക്കുന്ന +2നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ +2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -2 ആവും. അതാണ് ബി. ഇവിടെ നമുക്ക് 2 ഉണ്ട് 5 ഉണ്ട്. നമുക്ക് ആദ്യം 2നെ എടുക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് വിട്ട് നിൽക്കുന്ന +5നെ നമുക്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ അത് 9 - 5 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 2A. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കിട്ടി 7 is equal to B എന്ന് വരും.
ഇവിടെയോ 9 മൈനസ് 5 4 ആണ്. 4 ഈക്വൽ ടു 2a എന്ന് വരും. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ബിയുടെ വാല്യൂ കിട്ടും. ബി എന്താണ്? 7 ആണ്. ബിയുടെ വാല്യൂ വരിക 7 ആണ്. ഇവിടെ നിന്ന് നമുക്ക് എ കിട്ടും. 4 ഇസ് ഈക്വൽ ടു 2a ആണെങ്കിൽ എ എന്താ? 2ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ 4/2 വരും. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. സോ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എ ഇസ് ഈക്വൽ ടു 2. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. എ ഈക്വൽ ടു 2 ആണ്. ബി ഈക്വൽ ടു 7 ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ഡിന്റെ കോർഡിനേറ്റ്സ് എഴുതണം. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും എ എന്താണെന്നുള്ള കോർഡിനേറ്റ്സ് നമുക്ക് മൊത്തത്തിൽ കിട്ടി. എയുടെ വാല്യൂ 2 വരും. അപ്പോൾ എന്റെ കോർഡിനേറ്റ്സ് 1,2 ആണ്. ബി നമ്മൾ കണ്ടുപിടിച്ച 7 ആ വരുന്നത്. സോ ഈ ക്യാപിറ്റൽ ബിന്റെ കോർഡിനേറ്റ്സ് 7,5 ആണ്. സോ 1 2 ഇവിടെ 1 2 ആവും. 1 2 7 5 എന്നീ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഡി ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 3 ഈക്വൽ പാർട്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഡി ഏത് റേഷ്യോയിലാണ് ഈ പാർട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത്, ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഡി വരെ ആദ്യത്തെ പോയിന്റ് ഡി വരെയുള്ള എത്ര ഈക്വൽ പാർട്സ് ആണ്? 2 ഈക്വൽ പാർട്സ് ആണ്. സോ 2:2. അവസാനത്തെ പോയിന്റിലേക്ക് ഡിയിൽ നിന്നുള്ള എത്ര ഈക്വൽ പാർട്ടാണ്? 1 ഈക്വൽ പാർട്ട്. സോ 2:1 എന്ന റേഷ്യോയിലാണ് ഡി എ ബിയെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ കഴിയും. Here D divides എന്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? 1a എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 2 എന്ന് വരും. ബിക്കോസ് എ എന്താണ്? 2 ആണ്. ഡിവൈഡ്സ് എ കോമ ബി ഡിവൈഡ്സ് the line joining a 1a, that means 1 2, and b 5 എന്നാണ് നമുക്ക് തന്നത്. ബി നമ്മൾ കണ്ടുപിടിച്ചു, അതായത് 7 എന്ന് കിട്ടി. 7 5 in the ratio 2:1. Therefore coordinates of D. അപ്പൊ നമുക്കറിയാം പോയിന്റ്സ് ഒന്ന് 1 2 ആണ്, മറ്റേത് 7 5 ആണ്. റേഷ്യോ 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ്സ് ഓഫ് ടി എങ്ങനെ കാണും? 2 × 7 1 × 1. ഓക്കെ, 2 × 7 14 പ്ലസ് 1 × 1 1 ബൈ ദാറ്റ് 2 + 1 3. ഓക്കെ, ഇനി 2 5ലോട്ടും 1 2ലോട്ടും. ഓക്കെ, സോ 2 × 5 10 പ്ലസ് 1 × 2 2 ബൈ 2 + 1 3. 14 + 1 എത്രയാണ്? 15. 15/3, 12/3. 15/3 5 ആണ്. 12/3 4 ആണ്. സോ കോർഡിനേറ്റ്സ് ഓഫ് ഡി എന്താ വരിക? 5, 4. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. പേജ് നമ്പർ 219. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്, അതിന്റെ 3 വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. The line inside the large triangle is the bisector of the top angle. വലിയ ത്രികോണത്തിനുള്ളിലെ വര എന്ന് പറഞ്ഞ ഈ വര, ഓക്കെ, അത് മുകളിലെ കോണിന്റെ ഈ ആംഗിളിന്റെ സമഭാജിയാണ്, ബൈസെക്ടർ ആണ്. Find the coordinates of the point where it meets the bottom side. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ബോട്ടം സൈഡിനെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് അതിന്റെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഓക്കെ, ആ ലൈൻ ഇത് പെർപെൻഡിക്കുലർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഇത്രേ പറഞ്ഞിട്ടുള്ള ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റ്സ്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണും. സോ ഇതേ കാര്യം നമ്മൾ ഏരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചത്? The bisector of an angle of a triangle divides the opposite side in the ratio of the sides containing the angle. ത്രികോണത്തിലെ
ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ ഭാഗിക്കുന്നത് കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം. The bisector of an angle of a triangle divides the opposite side in the ratio of the sides containing the angle. അതായത് ത്രികോണത്തിലെ ഒരു കോണിന്റെ സമഭാജി ഇത് എതിർവശത്തെ ഭാഗിക്കുന്നത്, അതായത് ഇതിനെ ഈ പോയിന്റ്, ഈ എതിർഭാഗം, ഈ കോണിന്റെ എതിർഭാഗത്തെ ഭാഗിക്കുന്നത് ഈ കോൺ ഉൾപ്പെടുന്ന ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡ്സിന്റെയും വശങ്ങളുടെയും അംശബന്ധത്തിലാണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഈ പോയിന്റിനെ പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ നമുക്ക് എഴുതാം P, that is P divides നമുക്ക് പേര് കൊടുക്കാം, ABC എന്ന് പേര് കൊടുക്കാം. P divides BC in the ratio ഏത് റേഷ്യോ ആണ്? AB. ഈ കോൺ, ഈ ആംഗിളിനെയാണ് ബൈസെക്ട് ചെയ്തത്. ഈ ആംഗിൾ ഉൾപ്പെടുന്ന സൈഡുകൾ ഏതൊക്കെയാണ്? AB-യും AC-യും ആണ്. AB ഈസ് ടു AC. മനസ്സിലായോ? അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഏത് പോയിന്റ് ആണോ കാണേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനെ ബൈസെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡും, ആംഗിൾ ഉൾപ്പെടുന്ന രണ്ട് സൈഡും ഏതാണോ അതിന്റെ റേഷ്യോയിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. P divides BC in the ratio AB is to AC. നമുക്ക് ആദ്യം AB കാണാം. AB is equal to, എയും അറിയാം ബിയും അറിയാം. സോ നമുക്ക് AB കാണാൻ പറ്റും. ABയുടെ ലെങ്ത് കാണണമെങ്കിൽ വി യൂസ് ഡിസ്റ്റൻസ് ഫോർമുല ആണല്ലോ. സോ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെ യൂസ് ചെയ്യുക? ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കും. 8ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. സോ 4² പ്ലസ് 3യും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. സോ 2². സോ 4² എന്താ? 16 പ്ലസ് 2² എന്താണ്? 4. റൂട്ട് ഓഫ് 16 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 20 എന്ന് വരും. ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാം. 20നെ 4 into 5 എന്ന് എഴുതാൻ പറ്റും. 4 എന്ന് പറയുന്നത് 4ന്റെ റൂട്ട് എന്താണ്? 2 ആണ്. സോ 2 root 5 എന്ന് കിട്ടും. അപ്പൊ ABയുടെ ലെങ്ത് നമുക്ക് കിട്ടും എത്രയാണ്? 2 root 5. ഇനി നമുക്ക് AC-യുടെ ലെങ്ത് കാണാം. AC is equal to റൂട്ട് ഓഫ് 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എത്രയാണ്? 2. സോ 2². അടുത്ത y കോർഡിനേറ്റ്സ് 3യും 2ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എത്രയാണ്? 1. സോ 1². 2² 4 ആണ്. 1² 1 ആണ്. സോ റൂട്ട് 5 എന്ന് കിട്ടും. സോ AC-യുടെ ലെങ്ത് റൂട്ട് 5 ആണ്. അങ്ങനെയാണ് നമുക്ക് കാണണം. ഈ P എന്ന് പറഞ്ഞ പോയിന്റ് AB ഈസ് ടു AC-യിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. Therefore AB ഈസ് ടു AC. ദാറ്റ്സ് ഈക്വൽ ടു AB എത്രയാണ്? 2 root 5 ആണ്. ഈസ് ടു AC root 5 ആണ്. റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോർമുല എഴുതാം. ഇവിടെ നോക്കുക, 2 root 5ലും റൂട്ട് 5ലും രണ്ടിടത്ത് റൂട്ട് 5 ഉണ്ട്. സോ രണ്ടിനെ നമുക്ക് റൂട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ റൂട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് 5 പോയാൽ ബാക്കി 2. ഇവിടെ റൂട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റൂട്ട് 5 ബൈ റൂട്ട് 5 ചെയ്യുമ്പോൾ 1. സോ 2:1 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് ദിസ് P divides B41 and C10 in the ratio 2:1. Okay? Hence, P divides B41, C10 in the ratio 2:1. Therefore, coordinates of P അത് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് P നമുക്ക് റേഷ്യോ ഫോർമുലയിൽ കാണാം. ഓക്കെ, നമുക്ക് ഇവിടെ 41 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, റേഷ്യോ 2:1 ആണ്. ആദ്യത്തെ പോയിന്റിനെ രണ്ടാമത്തെ പോയിന്റ്സുമായിട്ട്, രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ പോയിന്റ്സുമായിട്ട്. സോ ആദ്യം നമ്മൾ എഴുതുന്ന എക്സ് കോർഡിനേറ്റ് ആണ്.
എക്സ് കോർഡിനേറ്റുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. 10 into 2 20 plus 1 into 4 4 plus 2 plus 1 3. അടുത്തത് 2 into 2 4 plus 1 into 1 1 by 2 plus 1 3. Okay, but 20 plus 4 and the 24. 24 by 3 comma 4 plus 1 5 1. So 5 by 3. 24 by 3 നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് എഴുതാം. 5 by 3 അങ്ങനെ തന്നെ എഴുതാം. 5 by 3. So coordinates of P കിട്ടി 8, 5 by 3. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു തന്നിട്ടുണ്ടെങ്കിൽ പിന്റെ കോർഡിനേറ്റ്സ് കാണാൻ പറഞ്ഞാൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 4 പേജ് നമ്പർ 220. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ തൊട്ട് മുന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് വേണം പഠിക്കാൻ. ഓക്കെ, ഇത് 2 പ്രോബ്ലത്തിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി വേണം അത് പഠിക്കാൻ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന പി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഓക്കെ, നമുക്ക് പിന്റെ കോർഡിനേറ്റ്സ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പി എന്ന് പറയുന്നത് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ ഈ ലൈനിനെ ഈ പോയിന്റ് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് കാണണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വലിയ ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഓക്കെ, എ ബി സി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്ക് കാണാം ഇതിന്റെ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. സോ ഈ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണ്. ഇതിന്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. സോ ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. വൈ ആക്സിസും എക്സ് ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. സോ എ ബി ബി സി പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേര് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിൽ നോക്കേണ്ടത് നമ്മൾ ഇങ്ങനെയാണ്. ഈ വലിയ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ലൈൻ അത് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നതാണോ എന്ന് നോക്കണം. നേരത്തെ ക്വസ്റ്റ്യനിൽ അത് തന്നിരുന്നു, അത് ബൈസെക്ട് ചെയ്യുന്നതാണ് ആ ലൈൻ എന്ന്. ഇവിടെ ഫിഗർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാൻ കഴിയും ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതല്ല. അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ല ഇത് വരച്ചിരിക്കുന്നത്. ഇവിടെ ആംഗിൾ കുറച്ച് കുറവാണ്, ഇവിടെ കൂടുതലാണ്. സോ ബൈസെക്ട് ചെയ്യുന്നതായിരുന്നുവെങ്കിൽ ഈ റേഷ്യോ കാണാൻ ഈസിയാണ്. എ ബി കാണാം, ബി സി കാണാം. ഈ 2 സൈഡിന്റെ റേഷ്യോ എത്രയാണോ ആ റേഷ്യോയിൽ തന്നെയാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ ഈ ഒരു ലൈൻ ഇതിന്റെ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നതല്ല. അങ്ങനത്തെ കേസ് വരുമ്പം നമ്മൾ സിമിലർ ട്രയാങ്കിൾ, സദൃശ ത്രികോണങ്ങൾ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് എടുക്കണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ വലിയ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന, ബിക്കോസ് ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ വലിയ ട്രയാങ്കിൾ ഓൾറെഡി നമുക്ക് കിട്ടി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന്. ഈ 90 ഡിഗ്രി വരുന്ന ഈ ട്രയാങ്കിൾ എന്ത് തന്നെയാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ, അപ്പം 90 ഡിഗ്രി നടുവിൽ വരുന്ന വിധത്തിൽ വേണം എഴുതാൻ. ഓക്കെ, നമുക്ക് സി പി ബി എന്ന് എഴുതാം. സി പി ബി. ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് പ്രൂവ് ചെയ്യാം. 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ആ 2 ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ SAS അങ്ങനെയുള്ള ആ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ യൂസ് ചെയ്തും കാണാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് അതിന് 3 ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കാം. എ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം. ഈ സി എന്ന് പറഞ്ഞ ആംഗിൾ ട്രയാങ്കിൾ എ ബി സിയിലും ഉണ്ട്, ട്രയാങ്കിൾ സി പി ബിയിലും ഉണ്ട്. അപ്പൊ ആ ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. അത് കോമൺ ആംഗിൾ ആണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. റീസൺ എന്താ? കോമൺ ആംഗിൾ. ഈ 2 ട്രയാങ്കിളിലുള്ള ആംഗിൾ ആണത്. അത് ഈക്വൽ ആണ്. രണ്ടിടത്തും അത് കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ്. സോ അത് ഈക്വൽ ആണ്. പിന്നെ നമുക്ക് എഴുതാം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ആദ്യത്തെ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ സി പി ബിയിൽ ആംഗിൾ പി 90 ഡിഗ്രിയാണ്. സോ അത് രണ്ടും ഈക്വൽ ആണ്. റീസൺ എഴുതാം ഈക്വൽ ടു 90 ഡിഗ്രി.
ഇപ്പൊ രണ്ട് ആംഗിൾസ്, ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore, angle A is equal to angle B. ആദ്യത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾ എ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. ഓക്കെ, റീസൺ എന്താണ്? സിൻസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. ബിക്കോസ് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി തന്നെയാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം therefore ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേണം എയുടെ മറ്റേ ട്രയാങ്കിളിന്റെ വേർട്ടെക്സ് എഴുതാൻ. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ട്രയാങ്കിളിൽ വരുന്നത് ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് ആണ്. ആണല്ലോ, എയും ബിയും ആണ്. സോ ബി ആദ്യം എഴുതാം. രണ്ടാമത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് പി ആണ്, 90 ഡിഗ്രി. സോ ബി പി എഴുതാം. പിന്നെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സി. സോ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ബി പി സി. അതിനാണ് നമ്മൾ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ ആ ചിഹ്നം അറിയാത്തവർ എഴുതി വെക്കുക. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ബി പി സി ആർ സിമിലർ. അവ സദൃശ്യമാണ്. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്കറിയാം ദ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? ഒരേ റേഷ്യോയിലായിരിക്കും. ദെൻ ദെയർ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഒരേ റേഷ്യോയിലായിരിക്കും സൈഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയില് ഓക്കെ എ ബിയുടെ ലെങ്ത് എത്രയാണ്? ഇത് 0,3 ഇത് 0,0 ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഈ രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണെങ്കിൽ വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. 3യും 0 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ബി സിയുടെ ലെങ്ത് എത്രയാണ്? 0, 0, 4, 0. സോ വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ ഇത് 4 കിട്ടും. ഓക്കെ, വാട്ട് അബൌട്ട് എ സിയുടെ ലെങ്ത് എന്താണ്? 0,3യും 4,0 ആണ്. ആണല്ലോ. സോ ഇത് 3യും ഇത് 4ഉം ആണ്. സോ റൂട്ട് ഓഫ് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 4 വരും, 4 സ്ക്വയർ, പ്ലസ് വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്, 3 സ്ക്വയർ. 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9. സോ റൂട്ട് 25 എന്ന് പറയുമ്പോൾ 5 വരും. അതാണ് വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. വലിയ ട്രയാങ്കിളിന്റെ ഏത് സൈഡ് എടുക്കും? നമുക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എ ബി എന്ന് പറഞ്ഞ സൈഡ് എടുക്കുവാണെങ്കിൽ എ ബി, ഈ ട്രയാങ്കിൾ നമ്മൾ അത് കറക്റ്റ് ഓർഡറിൽ എഴുതിയത്. എ ബി ബൈ എ ബിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ സൈഡ് ഏതാണ്? ബി പി. എ ബി ബി പിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സൈഡാണ്. ഇസ് ഈക്വൽ ടു ബി സിയോ പി സിക്ക് ഈക്വൽ ടു എ സിയോ ബി സിക്ക്. എ സി ബൈ ബി സി. എ ബി എത്രയാണ്? 3 ആണ്. സോ 3 ബൈ ബി പി നമുക്ക് അറിയില്ല അല്ലേ, അപ്പൊ നമുക്ക് ബി പി എന്ന് തന്നെ എഴുതാം. ഇസ് ഈക്വൽ ടു ബി സി എത്രയാണ്? 4 ആണ്. പി സി നമുക്കറിയില്ല എത്രയാണെന്ന്. സോ പി സി നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെക്കും. എ സി എത്രയാണ്? 5 ആണ്. ബി സി 4 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമുക്ക് എ പി എത്രയാന്ന് കാണണം, പി സി എത്രയാന്ന് കാണണം. ഇവിടെ നിന്ന് നമുക്ക് ബി പിയുടെ ആവശ്യമില്ല, ഇതാണ് ബി പി, അത് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പി സി ആണ്. അപ്പൊ പി സി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്, ക്രോസ് മൾട്ടിപ്ലൈ. ദിസ് ഇംപ്ലൈസ് 4 into 4 16 is equal to 5 into PC 5 PC എന്ന് എഴുതാം. ദിസ് ഇംപ്ലൈസ് പി സി എന്ന് പറയുന്നത് എത്ര വരും? 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, 16/5 എന്ന് കിട്ടും. സോ നമുക്ക് പി സി കിട്ടി, പി സി 16/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എ പി കാണണം.
പി സി നമ്മൾ കിട്ടിയത് വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളും എടുത്തപ്പോഴാണ് നമുക്ക് പി സി കിട്ടിയത്. ഇനി എ പി കിട്ടാൻ വലിയ ട്രയാങ്കിളും ഈ റൈറ്റ് ട്രയാങ്കിളും കൂടെ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വി കൺസിഡർ ട്രയാങ്കിൾ എ ബി സിയും, അതായത് നമ്മുടെ വലിയ ട്രയാങ്കിളും പിന്നെ ഇതിനകത്തുള്ള ചെറിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇപ്പുറത്തെ ട്രയാങ്കിൾ ഏതാ വരിക? എ പി ബി. ട്രയാങ്കിൾ എ പി ബി. ഈ ട്രയാങ്കിളിലും നിങ്ങൾക്ക് കാണാം രണ്ട് ട്രയാങ്കിളിലും, ഈ വലിയ ട്രയാങ്കിളിലും എ വരുന്നുണ്ട്, എ പി ബിയിലും എ വരുന്നുണ്ട്. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. റീസൺ എന്താ? കോമൺ ആംഗിൾ. പിന്നെയോ 90 ഡിഗ്രി വരുന്ന ആംഗിൾ ഏതാ? വലിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ആംഗിൾ ബി ആണ്. ഈ ട്രയാങ്കിളിൽ ആംഗിൾ ബി വരുന്ന പി ആണ്. ആംഗിൾ പി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ മറ്റേ മൂന്നാമത്തെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore ആംഗിൾ സി, മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? സി ആണ്. ആംഗിൾ സി ഈക്വൽ ടു എക്കും വന്നു പിക്കും വന്നു. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ബി ആണ്. ആംഗിൾ ബി. റീസൺ എന്താ? ടു ആംഗിൾസ് ആർ ഈക്വൽ. Therefore ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ മറ്റേ ട്രയാങ്കിൾ. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ പി ബി. Therefore രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്താ? Their sides are in the same ratio. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി എഴുതാം. എ ബി ബൈ എ പി ഇസ് ഈക്വൽ ടു ബി സി ബൈ പി ബി ഈക്വൽ ടു എ സി ബൈ എ ബി. ഓക്കെ, ഓരോന്നിന്റെയും മെഷേഴ്സ് എഴുതി വെക്കാം. ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതാം. എ ബി എത്രയാണ്? 3 ആണ്. എ പി എത്രയാണ്? നമുക്കറിയില്ല. എ പി ആണ് നമുക്ക് കാണേണ്ടത്. ബി സി നമുക്ക് 4 എന്നറിയാം. പി ബി നമുക്കറിയില്ല. അപ്പൊ പി ബി തന്നെ എഴുതി വെക്കാം. എ സി 5 ആണ്. എ ബി 3 ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? എ പി ആ വേണ്ടത്. നമുക്ക് പി ബിയുടെ ആവശ്യമില്ല. സോ നമുക്ക് എ പി വരുന്നതും പി ബി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇത് മാത്രം കണക്ട് ചെയ്യും. ഈ രണ്ടെണ്ണത്തിനെ മാത്രം ഇക്വേറ്റ് ചെയ്യും. അതായത് വി ഹാവ് 3 ബൈ എ പി ഇസ് ഈക്വൽ ടു 5 ബൈ 3. ഇവിടെ നിന്ന് നമുക്ക് എ പി കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3 9. എ പി ഇൻറ്റു 5 5 എ പി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ പി? എ പി ഇസ് ഈക്വൽ ടു 9 ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എ പിയുടെ ലെങ്ത് കിട്ടും. എ പി എത്രയാ വരിക? 9 ബൈ 5. അപ്പൊ നമുക്ക് എഴുതാം. Therefore P divides AC in the ratio 9 by 5 is to 16 by 5. ഇങ്ങോട്ടേക്കാണ് എഴുതുന്നതെങ്കിൽ എ സി എന്ന് എഴുതുമ്പോൾ ആ രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, Therefore P divides AC in the ratio, ഞാൻ എ സി ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ എ മുതൽ പി വരെയുള്ള ലെങ്ത് എത്രയാണ്? 9 by 5 ഈസ് ടു പി മുതൽ സി വരെ 16 by 5. റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാം. രണ്ടിടത്തും ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് പി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ 9 ഈസ് ടു 16. അപ്പം നമുക്ക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി പിന്റെ കോർഡിനേറ്റ്സ് കാണാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റേഷ്യോ ഫോർമുല ഉപയോഗിക്കാം. Therefore coordinates of P നമുക്കുള്ള രണ്ട് പോയിന്റ്സ് എയും സിയും ആണ്. ഓക്കെ, എന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0 3 തന്നിട്ടുണ്ട്. സിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട് 4 0. അതിനെ ഡിവൈഡ് ചെയ്യുന്ന പി എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 9:16 ആണ്. അപ്പൊ 9നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റുകളായിട്ടും 16നെ നമുക്ക് ആദ്യത്തെ പോയിന്റുമായിട്ടും കണക്ട് ചെയ്യാം. ഇനി ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതാം. സോ 9 into 4 36 പ്ലസ് 0 into 16 0 by 9 plus 16 25. ഓക്കെ, ഇനി y കോർഡിനേറ്റ്സ് 9 into 0 0 plus 16 into 3 48 by 9 plus 16 25.
അങ്ങനെയാകുമ്പോൾ 36 പ്ലസ് 0 എന്താ 36/25, 48/25 ആണ് പിന്റെ കോർഡിനേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച സിമിലർ ട്രയാങ്കിൾസ് എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. സോ ഇത് വൃത്തിയിൽ പഠിക്കുക. ഈ രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ABC പാർട്ടായിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോലെ എ പിയുടെ ലെങ്ത് എന്താ, പി സിയുടെ ലെങ്ത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ സിമിലർ ട്രയാങ്കിൾസിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം കൂടെ ചെയ്യണം. അവിടെ നമുക്ക് സിമിലർ ട്രയാങ്കിൾ എന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ നമ്മൾ ഏരിയയിൽ പഠിച്ച കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ തന്നിട്ടുണ്ട് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതേതാ മെത്തേഡ്, ബൈസെക്ട് ചെയ്യാത്തതാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക.
Textbook problem, page number 280. Find the coordinates of the point which divides the line joining 2, 3 and 8, 6 in the ratio 1:2. 2, 3, 8, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഒരു റഫ് ഫിഗർ ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ലത്. സോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് 2, 3 8, 6. ഈ ലൈനിനെ വേറൊരു പോയിന്റ് 1:2 എന്ന റേഷ്യോയില് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതും. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യും. ആ ഫോർമുലയുടെ പേരാണ് റേഷ്യോ ഫോർമുല. ഓക്കെ, ബൈ റേഷ്യോ ഫോർമുല കോർഡിനേറ്റ്സ് ഓഫ് ദ റിക്വയർഡ് പോയിന്റ് അങ്ങനെ എഴുതിയാൽ മതി. കോർഡിനേറ്റ്സ് ഓഫ് ദ റിക്വയർഡ് പോയിന്റ്. സോ ഫോർമുല എഴുതണം നിർബന്ധമില്ല എക്സാമിന്, പക്ഷെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അത് കാരണം ആൻസർ തെറ്റിപ്പോയാലും ഫോർമുലയുടെ മാർക്ക് നമുക്ക് കിട്ടും. സോ ഫോർമുല എഴുതാൻ ശ്രദ്ധിക്കുക. mx2 plus nx1 by m plus n, my2 plus ny1 by m plus n. സോ ഇങ്ങനെ ഫോർമുല എഴുതിയില്ലെങ്കിൽ ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇവിടെ m എന്ന് പറയുന്നത് എന്താ? റേഷ്യോയിലെ ആദ്യത്തെ നമ്പർ. n എന്ന് പറയുന്നത് റേഷ്യോയിലെ രണ്ടാമത്തെ നമ്പറാണ്. x2 എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. y2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ്. y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ്. സോ അത് നോക്കി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 2, 3 എഴുതുക ഇവിടെ, 8, 6 ഇവിടെ എഴുതുക, റേഷ്യോ നടുവിൽ എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? ഫസ്റ്റ് പോയിന്റിനെ സെക്കൻഡ് പോയിന്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 1 × 8 പ്ലസ് രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ പോയിന്റ്. സോ നമ്മൾ എക്സ് കോർഡിനേറ്റ് ആണ് എഴുതുന്നത്. സോ 2 പോയിന്റ്സിന്റെയും എക്സ് കോർഡിനേറ്റ്സുകളാണ് എടുക്കേണ്ടത്. സോ 2 × 2 4 ബൈ റേഷ്യോസ് തമ്മിൽ കൂട്ടുക. ഓക്കെ, ആ ഭാഗങ്ങൾ തമ്മിൽ കൂട്ടുക. സോ 1 + 2. ഇനി വൈയുടെ, സോ ഫസ്റ്റ് പോയിന്റിനെ രണ്ടാമത്തെ വൈ കോർഡിനേറ്റുമായിട്ട്. സോ 1 × 6 പ്ലസ് 2 × 3 ബൈ 1 + 2. 1 × 8 8 ആണ്. 2 × 2 4 ആണ്. ബൈ 1 + 2 എന്താണ്? 3. 1 × 6 6 ആണ്. 2 × 3 6 ആണ്. ബൈ 1 + 2 3. 8 + 4 12 ആണ്. സോ 12/3, 6 + 6 12 തന്നെ. സോ 12/3. ഓക്കെ, 12/3 എത്രയാണ്? 4 ആണ്. 12/3 4. സോ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 4 4 എന്നതാണ് ആൻസർ. Textbook problem, page number 290. Calculate the coordinates of the point dividing the line joining the points 1, 6 and 11 to in the ratio 3:5. 1, 6, 11, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 3:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. സോ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ദ റിക്വയർഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് mx2 plus nx1 by m plus n, my2 plus ny1 by m plus n എന്ന് എഴുതാം. ഓക്കെ, coordinates of the point divides the line joining 1, 6 and 11 2 is given by the ratio form. In the ratio formula, mx2 plus nx1 by m plus n, my2 plus ny1 by m plus n. സോ നമുക്ക് 2 പോയിന്റ്സും എളുപ്പത്തിൽ എഴുതാനായിട്ട് 2 പോയിന്റ്സ് 1, 6 ആദ്യം എഴുതി, 11 2 രണ്ടാമത്തെ പോയിന്റ് എഴുതി, നടുവിൽ നമുക്ക് റേഷ്യോ വെക്കാം. ഓക്കെ, സോ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതണമെങ്കിൽ ആദ്യത്തെ പോയിന്റിനെ രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റ് ആയിട്ട്, രണ്ടാമത്തെ പോയിന്റിനെ ഒന്നാമത്തെ എക്സ് കോർഡിനേറ്റുമായിട്ട്. സോ 11 × 3 33.
പ്ലസ് 1 into 5 5 by 3 plus 5 8. ഇനി y കോർഡിനേറ്റ് 3 into 2 6 plus 5 into 6. മനസ്സിലായല്ലോ? ഒന്നാമത്തെ പോയിന്റിനെ രണ്ടാമത്തെ y കോർഡിനേറ്റുമായിട്ട്, രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ y കോർഡിനേറ്റുമായിട്ട്. എപ്പോഴും ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ x കോർഡിനേറ്റ് y കോർഡിനേറ്റുമാണ് എടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ ക്വാണ്ടിറ്റി ആദ്യത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ് y കോർഡിനേറ്റുമായിട്ടാണ് എടുക്കുന്നത്. സോ 3 into 2 6, 5 into 6 30 by 5 plus 3 8. So 33 plus 5 എന്ന് പറയുമ്പോൾ 38 by 8 എന്ന് കിട്ടും. 6 plus 30 എന്ന് പറയുമ്പോൾ 36 by 8 എന്ന് കിട്ടും. ഇനി ഒന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 38ഉം 8ഉം രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 38നെയും 8നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 38നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 എന്ന് കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. സോ 19 by 4 എന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ ഈ ഫ്രാക്ഷൻ എഴുതാം. ഇനി 36ഉം 8ഉം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് ആണല്ലോ. സോ രണ്ടിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ ദ റിക്വയർഡ് പോയിന്റ് ഇസ് 19 by 4, 9 by 2. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1-1. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പാർട്ട്, പേജ് നമ്പർ 220. The coordinates of the points A and B are 3, 2 and 8, 7. Find the coordinates of the point P on AB with AP is to PB is equal to 2 is to 3. AB എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 2, 8, 7 എന്നിവയാണ്. AB എന്ന വരയിൽ AP is to PB സമം 2 is to 3 ആകുന്ന P എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. അപ്പൊ നമുക്കിവിടെ ഒരു ലൈൻ ഉണ്ട്, AB എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. എപ്പോഴും ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ്. എന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 3, 2 എന്ന്, ബിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 8, 7 എന്ന്. ഓക്കെ, ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് എ ബി എന്ന ലൈനിലുണ്ട്. സോ പി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ബിക്കോസ് പി ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് 2 is to 3 ആണ്. സോ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗത്തേക്കാളും ചെറുതായ രീതിയിൽ പി മാർക്ക് ചെയ്തു. ഓക്കെ, സോ അത് ഏത് റേഷ്യോയിലാണ്? 2 is to 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്റെ കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി on AB with AP is to PB is equal to 2 is to 3. അപ്പോൾ പിന്റെ കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. ഈ പിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഉണ്ട്. അതിന്റെ പേരാണ് റേഷ്യോ ഫോർമുല. സോ പിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് പി, ഫോർമുല എഴുതണമെങ്കിൽ ഫോർമുല എഴുതാം. ഫോർമുല എഴുതാതെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഓൾറെഡി പറഞ്ഞു തന്നു എന്താ ഫോർമുല എന്ന്. എക്സാം എഴുതുന്ന സമയത്ത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ജസ്റ്റ് ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. കോർഡിനേറ്റ്സ് ഓഫ് പി ഈസ് ഈക്വൽ ടു ആ ഒരു എങ്ങനെ വന്നു എന്നുള്ളത് എഴുതാം. ഇനി അത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടത് 2 അല്ലെങ്കിൽ 3 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൂ. 3 മാർക്കിന്റെ ചോദിക്കണം, ആ ഫോർമുലയും കൂടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ തന്ന ഫോർമുലയിൽ നിന്ന് അവിടെ ഫോർമുല പറഞ്ഞിട്ടില്ല, മെത്തേഡിലാണ് ആ പ്രോബ്ലം ചെയ്തത്. ഇവിടെ ഫോർമുല വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫോർമുല വെച്ച് ചെയ്താൽ നിങ്ങളുടെ മാർക്കൊന്നും നഷ്ടപ്പെടില്ല. 11th സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ ഈ ടോപ്പിക് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമുല ഉപയോഗിച്ച് തന്നെ എഴുതാം നിങ്ങൾക്ക്. അപ്പൊ എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യത്തെ പോയിന്റിനെ രണ്ടാമത്തെ എക്സ് കോർഡിനേറ്റുമായിട്ട്, രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ എക്സ് കോർഡിനേറ്റുമായിട്ട്. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 into 8 16 പ്ലസ് 3 into 3 9 ബൈ, ഇനി ആ റേഷ്യോയിലുള്ള 2 ഭാഗങ്ങളും കൂട്ടുക. 2 plus 3 5. ഓക്കെ, ഇനി അടുത്തത് ആദ്യത്തെ പോയിന്റിനെ രണ്ടാമത്തെ വൈ കോർഡിനേറ്റുമായിട്ട്, രണ്ടാമത്തെ പോയിന്റിനെ ആദ്യത്തെ വൈ കോർഡിനേറ്റുമായിട്ട്. സോ 2 into 7 14 പ്ലസ് 3 into 2 6 ബൈ, ഇവിടെ വരുന്നത് തന്നെയാണ് ഇവിടെയും വരും. ഓക്കെ, എം പ്ലസ് എൻ. ഇനി 16 plus 9 25 ആണ്. സോ 25 by 5. 14 plus 6 20 ആണ്. 20 by 5. 25 by 5 എത്രയാണ്? 5 ആണ്. 20 by 5 എത്രയാണ്? 4 ആണ്. സോ ആൻസർ 5,4. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1-2. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തന്നെ രണ്ടാമത്തെ പാർട്ട്, പേജ് നമ്പർ 220. The coordinates of the points A and B are 3, 2 and 8, 7. Find the coordinates of the point Q on AB with AQ is to QB is equal to 3 is to 2.
എ, ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 2, 8, 7 എന്നിവയാണ്. എ ക്യു ഈസ് ടു ക്യൂ ബി സമം 3:2 ആകുന്ന ക്യൂ എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇവിടെ നമുക്കൊരു ലൈൻ ഉണ്ട്, എ ബി എന്ന ലൈൻ. We know the coordinates of A and B. A 3, 2, B 8, 7. Okay, and mark a point Q on AB. AB യിൽ Q എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. എങ്ങനെ? AQ is to QB 3:2 ആയിരിക്കണം. സോ ഫസ്റ്റ് പാർട്ട് രണ്ടാമത്തെ പാർട്ടിനേക്കാളും വലുതായിരിക്കണം. സോ ഞാൻ ഇവിടെ Q മാർക്ക് ചെയ്യുന്നു. സോ ദിസ് പോയിന്റ് Q divides AB in the ratio 3:2. Then we can find the coordinates of Q by using the ratio formula. Okay, so coordinates of Q. First point second x coordinate ആയിട്ട്, second point first x coordinate ആയിട്ട്. So 3 into 8 24 plus 2 into 3 6 by 3 plus 2 5. Okay. ഇനി അടുത്തത് ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ y കോർഡിനേറ്റുമായിട്ട്, സെക്കൻഡ് പോയിന്റ് ആദ്യത്തെ y കോർഡിനേറ്റുമായിട്ട്. സോ 3 into 7 21 plus 2 into 2 4 by 5. 24 plus 6 30 ആണ്. സോ 30 by 5. 21 plus 4 25 ആണ്. 25 by 5. 30 by 5 എത്രയാണ്? 6 ആണ്. 25 by 5 5 ആണ്. സോ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? 6, 5 ആണ്.